63 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിനായിട്ട് 63 ദിവസങ്ങൾ. ഇന്നേക്ക് 64 നാൾ ദുർഗാഷ്ടമി എക്സാമാണ്, October 14. എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുന്നുണ്ട്. 2 എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു, കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അതിനകത്ത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോക്കുമ്പോൾ ഒരുപാട് നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ്. 4000-ഓളം നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോക്കുകയാണെങ്കിൽ സമാധാനമുള്ള ഒരു ജോലി. ഈ 2 എക്സാം നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 60 ടോപ്പിക്കുകൾ ഒരിക്കലും സ്കിപ്പ് ആക്കരുത്. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 60 ടോപ്പിക്കുകൾ. നമ്മൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് എക്സാം നിങ്ങൾക്ക് എടുത്ത് നോക്കാം. 2025, 2026 ഡിഗ്രി ലെവൽ എക്സാംസ് മൊത്തം നോക്കാം. കൂടുതൽ എക്സാംസ്, കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത് ഈ ടോപ്പിക്കിൽ നിന്നാണ്. അതായത് ഒന്നും വേണ്ട, നിങ്ങൾ ആ സിലബസ് എടുത്ത് നേരെ ക്ലൗഡിനോ അല്ലെങ്കിൽ ജെമിനൈക്കോ ChatGPT-ക്കോ കൊടുക്കാം. എന്റെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുക, ഇതിലെ ഹോട്ട് ടോപ്പിക്സ് ഏതാണ്, എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് 2025-ലും 26-ലെ ഡിഗ്രി ലെവൽ എക്സാമിന് വന്നേക്കുന്നത്. യെസ്, ഈ ടോപ്പിക്കിലായിരിക്കും അവർ പറഞ്ഞു തരുന്നത്. ആ ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നേക്കുന്നത്. അപ്പൊ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇവിടെ മാർക്കിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. കറണ്ട് അഫേഴ്സ് വരുന്നത് 15 മാർക്കാണ്. 1, 2, 3 ഒന്നുമല്ല, 15 മാർക്കാണ് കറണ്ട് അഫേഴ്സ് വരുന്നത്. അടുത്ത സ്പെഷ്യൽ ടോപ്പിക് നോക്കുകയാണെങ്കിൽ 13 മാർക്കാണ്. ടോട്ടൽ 28 മാർക്കായി. അതിനുശേഷം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്കാണ് വരുന്നത്. ടോട്ടൽ 58 മാർക്കായി. 5 വിഷയങ്ങൾ 58 മാർക്ക്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന്റെ കട്ട് ഓഫ് 57 മാർക്കാണ്. ഇതിനേക്കാളും താഴെയാണ്. ഫുള്ളി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ 5 ടോപ്പിക്കുകൾ കട്ട് ഓഫിനെക്കാളും കൂടുതൽ മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 57 മാർക്കാണ്. അതിനകത്ത് 700-ലധികം ആൾക്കാർ മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അത്രയും വരുമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഒരു 70+ നമുക്ക് സ്കോർ ചെയ്യണം. 70+ നമ്മൾ സ്കോർ ചെയ്യും. അതിനകത്ത് റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു 500-ലധികം ആൾക്കാരൊക്കെ ആയിരിക്കും റാങ്ക് ലിസ്റ്റിനകത്ത് വരാൻ പോകുന്നത്. അത്രയും കട്ട് ഓഫ് പോകുമെന്നല്ല പറഞ്ഞ, പക്ഷെ നമ്മൾ ജോലി ഉറപ്പിച്ചേ പറ്റത്തുള്ളൂ. 70+ മാർക്ക് നമ്മൾ സ്കോർ ചെയ്തേ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്താണ് ഞാൻ അവസാനം പറഞ്ഞുതരാം. അതിന് മുമ്പ് നമുക്ക് ഹോട്ട് ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കറണ്ട് അഫേഴ്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകൾ, ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസും സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസും. ഒരു 3 മുതൽ 4 മാർക്ക് വരെ നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അത്രമാത്രം ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ദെൻ സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ISROയുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2025, 26 ഫെബ്രുവരി വരെയുള്ള ലോഞ്ചസ്. അതേപോലെ ISROയുടെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, ഫോർ എക്സാമ്പിൾ ഗഗൻയാൻ, അങ്ങനെയൊക്കെയുള്ള പ്രോജക്റ്റുകൾ മൊത്തം നന്നായിട്ട് പഠിക്കുക. അടുത്ത നെക്സ്റ്റ് ലിറ്റററി അവാർഡ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പത്മ അവാർഡ്സ് മൊത്തം നോക്കുക. IPL, ISL, FIFA വേൾഡ് കപ്പ്, ICC വേൾഡ് കപ്പ് മൊത്തം നോക്കുക. ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് മൊത്തം നോക്കുക. മിലിറ്ററി എക്സസൈസ് മൊത്തം നന്നായിട്ട് പഠിക്കുക. ബയലാട്രൽ എക്സസൈസ് മൊത്തം നന്നായിട്ട് നോക്കുക. അടുത്ത വൈൽഡ് ലൈഫ് ആയിട്ട് ബന്ധപ്പെട്ട് പുതുതായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്, ഏറ്റവും പുതുതായിട്ട് വന്ന നാഷണൽ പാർക്ക്, ടൈഗർ റിസർവ്, അതേപോലെ തന്നെ ആ നമ്പേഴ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. റംസാർ സൈറ്റുകൾ ഇപ്പോൾ കുറെ വന്നിട്ടുണ്ട്, അത് നോക്കുക. എൻവയോൺമെന്റൽ സമ്മിറ്റ്സ് മൊത്തം ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ വെന്യൂസ് ആൻഡ് സബ്മിറ്റ്സ് മൊത്തം നോക്കുക. റീസെന്റ് ആയിട്ടുള്ള ഡെത്ത് മൊത്തം പഠിക്കുക. ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫസ്റ്റ് ഇൻ കേരള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ഫസ്റ്റ് ഇൻ കേരള. അടുത്ത ഒളിമ്പിക്സ്, പിന്നെ നാഷണൽ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, നാഷണൽ സ്പോർട്സ് അവാർഡ്സ് ലൈക്ക് ഖേൽ രത്ന, അർജുന അവാർഡ്സ് വിത്ത് എ ഫോക്കസ് ഓൺ മലയാളി അത്ലറ്റ്സ്. അടുത്ത നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് മൊത്തം നോക്കുക. നൊബേൽ പ്രൈസ് നോക്കുക. സ്റ്റേറ്റ് മിനിസ്ട്രി നോക്കുക. നൊബേൽ പ്രൈസ് പിന്നെ ഓസ്കാറും കൂടെ നോക്കിയേക്കുക. അങ്ങനെ കറണ്ട് അഫേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയ 15 ടോപ്പിക്കുകൾ. ഈ 15 ടോപ്പിക്ക് പഠിച്ചാൽ കറണ്ട് അഫേഴ്സ് എല്ലാം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടത്തില്ല. ഈ 15 ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 9 മാർക്ക് വരെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. 9 മാർക്ക് വരെ. പിന്നെ ബാക്കിയുള്ള മാർക്ക് സ്കിപ്പ് ആക്കരുത്. അത് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഈ ടോപ്പിക്കിന് പുറമെ 20 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചു പോവുക. ആ 20 25 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചു പോവുക. അതായത് എല്ലാ ദിവസവും ഒരു 50 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിന് 30 ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ടോപ്പിക്കിൽ നിന്നായിരിക്കും 30 ക്വസ്റ്റ്യൻസ് വരുന്നത്. ബാക്കി 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടും. അത് എല്ലാ ദിവസവും പോവുക. ഈ 60 ദിവസം ആകുമ്പോൾ ഏതാണ്ട് ഒരു 1200 1300 ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3-4 മാർക്ക് സ്കോർ ചെയ്യാം. ടോട്ടൽ കറണ്ട് അഫേഴ്സിൽ 15-ൽ 13 മാർക്ക് വരെ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പിക്കാൻ പറ്റും. സെറ്റായിട്ട് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, മിസ്സാക്കരുത്. അതിനുശേഷം സ്പെഷ്യൽ ടോപ്പിക് ആണ്. സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് 13 മാർക്കാണ്. മക്കളെ, ഇവിടെ ഇതിൽ ഒരുപാട് ആൾക്കാർ വരും. അതായത് ബാക്കി അവരെല്ലാം സ്ട്രോങ് ആയിരിക്കും. അവർ കറണ്ട് അഫേഴ്സ് സ്ട്രോങ് ആയിരിക്കും, GK സ്ട്രോങ് ആയിരിക്കും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഇത് പഠിക്കുന്നവന് മാത്രമേ കിട്ടത്തുള്ളൂ. നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും മൊത്തം വരാൻ പോകുന്നത്. ഇവിടെ 13 ടോപ്പിക്കേ ഉള്ളൂ. ഈ 13 ടോപ്പിക്ക് പഠിച്ചാൽ 13 മാർക്ക് നമുക്ക് കിട്ടും. ഒരു മാർക്ക് പോലും പുറത്തു പോകത്തില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ. നോട്ട് മൊത്തം എടുക്കുകയാണെങ്കിൽ പോലും ഒരു 100 പേപ്പറിൽ താഴെ വരത്തുള്ളൂ. സോ മിസ്സാക്കരുത്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്.
ഇതാണ് റാങ്ക് നിർണ്ണയിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, സർജൻ കമ്മിറ്റി റിപ്പോർട്ടാണ് 1944. ഇത് സിലബസിനകത്ത് ഇല്ല, പക്ഷെ ഇത് പഠിക്കണം. കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് 40 വർഷം കൊണ്ട് ഇന്ത്യ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ നിലവാരത്തിൽ എത്തിക്കുക, ആ ലക്ഷ്യത്തോടെ വന്ന സർജൻ റിപ്പോർട്ടാണ്. UGC ഒക്കെ അത് UGC സ്ഥാപിക്കണമെന്നൊക്കെ റെക്കമെൻഡ് ചെയ്ത സർജൻ കമ്മിറ്റി പ്ലാൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതേപോലെ UGC ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദെൻ കോത്താരി കമ്മീഷൻ, പിന്നെ നാഷണൽ നോളജ് കമ്മീഷൻ 2005, 2006 ആൻഡ് 2009. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986, 68 ഉണ്ട്, 1986 ഉണ്ട്. അടുത്ത കോമൺ മിനിമൽ പ്രോഗ്രാം 2005, നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ 2005. അടുത്ത നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അങ്ങനെ 13 ടോപ്പിക്കൽ പഠിച്ചാൽ നമുക്ക് 13 മാർക്ക് ഇവിടെ ഉറപ്പിക്കാം. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്യും, പക്ഷെ ഇതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അടുത്ത GK പോകുമ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങൾ GK പഠിക്കണമെന്നൊന്നും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാര്യം എന്താണ്? കാര്യം നിങ്ങൾ പ്രിലിംസിനെ മൊത്തം പഠിച്ചതാണ്. പകരം അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എല്ലാ ദിവസവും ഒരു MCQ പ്രാക്ടീസ് ചെയ്യാം. എല്ലാ ദിവസവും ഒരു MCQ പ്രാക്ടീസ് ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് GKയിലെ മൊത്തം ക്വസ്റ്റ്യൻസും കിട്ടും. മൊത്തം ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അതിനകത്ത് കവർ ചെയ്ത് പോകും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഫസ്റ്റ് ഹിസ്റ്ററി, അറൈവൽ ഓഫ് യൂറോപ്യൻസ് എടുക്കണം. അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ പോലും അറിയാതെ ആ ടോപ്പിക്കാണ് റിവൈസ് ആയിക്കൊണ്ടിരിക്കുന്നത്, ആ ടോപ്പിക്കാണ് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുക. അതിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നും വാരി വലിച്ചിട്ട് പഠിക്കാൻ നിൽക്കേണ്ട. MCQ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ കയറി പോകും. പ്രിലിംസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അറിയാത്ത ടോപ്പിക്കുകളുണ്ടെങ്കിൽ മാത്രം അതൊന്ന് ഓടിച്ചൊന്ന് റിവിഷൻ കൊടുത്തോ, ഓടിച്ചൊന്ന് വായിച്ചോ. ഓക്കെ, അപ്പോൾ അവിടെ ഹിസ്റ്ററി നോക്കേണ്ടത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, ട്രാവൻകൂർ ഡൈനാസ്റ്റി, ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ കേരള റെനൈസൻസ് ലീഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, പിന്നെ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് മുതൽ കോൾഡ് വാർ വരെ. അതെല്ലാം കൂടെ ചേർത്താൽ ഒരു 60 പേപ്പർ മാത്രമേ വരത്തുള്ളൂ. ഓടിച്ച് വായിച്ചാൽ മതി. മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഓക്കെ, അടുത്ത ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ ലാൻഡ് ഫോംസ് നോക്കുക, ഓഷ്യൻ കറൻസ് നോക്കുക, കേരള റിവേഴ്സ് നോക്കുക, ട്രാൻസ്പോർട്ടേഷൻ നോക്കുക, നോർത്തേൺ മൗണ്ടൻസ് നോക്കുക, പിന്നെ ബ്രിഡ്ജസ് ആൻഡ് ടണൽ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തം നോക്കുക. അതിനകത്ത് ബ്രിഡ്ജ് ആൻഡ് ടണൽ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അത് സ്കിപ്പ് ആക്കരുത്. നെക്സ്റ്റ്, നമ്മൾ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ, അത് ഫുള്ള് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. നമ്മുടെ ഒരു ഫ്രീ നോട്ട് ഉണ്ട്, 80-90 പേജേ വരത്തുള്ളൂ. അത് നമ്മളെ ടെലഗ്രാമിൽ നമ്മൾ ഇടാം. ആ സാധനം ഒന്ന് ഫോക്കസ് ചെയ്തോ, അത്യാവശ്യം മാർക്കൊക്കെ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം എക്കണോമിക്സ് ആണെങ്കിൽ അതിനകത്ത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. RB ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞാൽ ടാക്സസ് ആൻഡ് നോൺ ടാക്സസ് മൊത്തം നോക്കുക. പിന്നെ ബജറ്റും കൂടെ നോക്കുക, ബജറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബജറ്റ് മൊത്തം നോക്കുക. അതിനകത്ത് പ്രധാനപ്പെട്ട GDP ഇൻഡീസസ് മൊത്തം ഉണ്ടല്ലോ, നന്നായിട്ട് പഠിച്ചു. അതിനുശേഷം പൊളിറ്റി നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചാലേ നമുക്ക് ബാക്കി മൊത്തം ബേസ് കിട്ടത്തുള്ളൂ. പിന്നെ അമെൻമെന്റ്സ്, ആർട്ടിക്കിൾസ്, പാർലമെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. അടുത്ത ബയോളജിയിലേക്ക് പോകുമ്പോൾ അവിടെ വൈറ്റമിൻസ്, പിന്നെ രോഗങ്ങൾ, രോഗകാരികൾ, ഹ്യൂമൻ ബോഡി. അടുത്ത ഫിസിക്സിലേക്ക് നോക്കുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, പിന്നെ പ്രകാശം, പ്രകാശ പ്രതിഭാസങ്ങൾ. കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ പീരിയോഡിക് ടേബിൾ, ആസിഡ് ആൻഡ് ബേസസ്, അത് മൊത്തം ഒന്ന് പഠിച്ചു. അപ്പൊ ഇത്രയുമാണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു 60 ടോപ്പിക്കിൽ വരുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന 60 ടോപ്പിക്കിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക് മേടിക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് ഇതായിരിക്കും. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ടോപ്പിക്കിനെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കാം. അവിടെ എങ്ങനെ നമുക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യാം? നല്ലൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഒരു 5 മുതൽ 7 മണിക്കൂർ വരെ നിങ്ങൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ അതൊക്കെ എങ്ങനെ ശരിയാവും, 7 മണിക്കൂറൊക്കെ എന്നെ കൊണ്ട് പറ്റിയേ പറ്റത്തുള്ളൂ. എടാ, 63 ദിവസങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും തളരുമ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഈ മൊമെന്റ് എത്താൻ വേണ്ടിയാണ്, ഈ സ്ഥലത്ത് എത്താൻ വേണ്ടിയാണ് നിങ്ങൾ പണ്ട് LKG മുതൽ നിങ്ങളുടെ ഡിഗ്രി വരെയുള്ള 17 വർഷങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യും. പണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പഠിച്ചത്? വലുതാകുമ്പോൾ വലിയൊരാളാവണം, വലിയൊരു ജോലി കിട്ടുന്ന ഒരാളാവണം, ജീവിതം രക്ഷപ്പെടണം. സോ 17 വർഷം നിങ്ങൾ സ്കൂൾ ടൈമൊക്കെ മൊത്തം നോക്കുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിലാണ്. വീട്ടിൽ വന്നിരുന്ന് പഠിക്കാൻ, ട്യൂഷന് പോകും, ബാക്കി എല്ലാം നോക്കുമ്പോൾ മിനിമം ഒരു 12 മണിക്കൂർ, മിനിമം 12 മണിക്കൂർ എല്ലാ ദിവസവും നിങ്ങളെ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. 1-2 വർഷമൊന്നുമില്ല, 17 വർഷങ്ങൾ 12 മണിക്കൂർ എല്ലാ ദിവസവും മാറ്റിവെച്ച കുട്ടിയാണ് നിങ്ങൾ. വിശ്വസിക്കാൻ പറ്റുമോ? ഒന്നാലോചിച്ച് നോക്കി. 17 വർഷം എല്ലാ ദിവസവും 12 മണിക്കൂർ ഷാർപ്പായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാൾ. എന്തിനു വേണ്ടിയാണ്? ഈ മൊമെന്റ് എത്താൻ വേണ്ടിയാണ്, ഈ സ്ഥലം എത്താൻ വേണ്ടിയാണ്. അവിടെ ഒരിക്കലും ഉഴപ്പാൻ നിൽക്കരുത്. 5 മണിക്കൂർ മുതൽ 7 മണിക്കൂർ അത് മാറ്റി വെക്കുക. അവിടെ എല്ലാ ദിവസവും സ്ട്രാറ്റജി എന്തായിരിക്കണം? എല്ലാ ദിവസവും മിനിമം ഒരു പുതിയ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നു. സ്പെഷ്യൽ ടോപ്പിക് ആവട്ടെ, കറണ്ട് അഫയേഴ്സ് ആവട്ടെ, അറിയാത്തൊരു ടോപ്പിക് ആവട്ടെ, കുഴപ്പമില്ല. എല്ലാ ദിവസവും പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നു. 5 ടോപ്പിക്കിനെങ്കിലും മിനിമം നിങ്ങൾ റിവിഷൻ കൊടുക്കുന്നു. ആ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഓടിച്ച് വായിച്ച് പോവുക.
ഒരു ടോപ്പിക്കിന് മാക്സിമം പോയാൽ 20-30 മിനിറ്റേ കൊടുക്കുക, ഓടിച്ച് വായിച്ചു പോവുക, അത്രയേ ഉള്ളൂ. വീണ്ടും നമ്മളത് വായിക്കും. സോ ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. അതേപോലെ എല്ലാ ദിവസവും ഒരു MCQ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു MCQ പ്രാക്ടീസ് ചെയ്യുക. വൊക്കാബുലറി മൊത്തം സ്ട്രോങ് ആവും, മാത്സ് മൊത്തം നിങ്ങൾക്ക് കിട്ടും, സ്പീഡ് നന്നായിട്ട് കൂടും, GK സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ എല്ലാം കിട്ടും, എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കിട്ടും. അപ്പോൾ ഭയങ്കര ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതേപോലെ കറണ്ട് അഫയേഴ്സിന് കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 50 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, 20 ക്വസ്റ്റ്യൻസ് പുതുതായിട്ട് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിനകത്ത് എഴുതി പോവുക, അതൊരു റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക. ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്തോ, 63 ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫ് മാറും, ഞാനാ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണം. കട്ടയ്ക്കുള്ള ഒരു ടീമിന്റെ സപ്പോർട്ട് വേണം. കഴിഞ്ഞ സെക്രട്ടറി ടെസ്റ്റിന് ഏറ്റവും അധികം റിസൾട്ട് കിട്ടിയ, അതായത് 150ഓളം കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ കയറിയ സൂപ്പർ നോട്ട്സിന്റെ ടീം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് വേണം, നല്ലൊരു നോട്ട് വേണം, നല്ലൊരു ടെസ്റ്റ് പാക്ക് നിങ്ങൾക്ക് വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാച്ചിനകത്ത് ജോയിൻ ചെയ്തോ. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCAD മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ കുറച്ച് പേർക്ക് മാത്രമേ കൂടെ ഇനി ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8281-223366. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പിച്ചോ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. നമുക്ക് ക്ലാസ്സിൽ കാണാം.